കാലശേഷമാണ് ബാക്കി വോളിയംസ് 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ തുടങ്ങുന്നത് കസ്തൂരിസ്വാമിയുടെ ആ ഗ്രന്ഥത്തിൽ കൂടിയാണ്. ഇവിടെ ഈ ഭഗവാനെ പറ്റി, ഈശ്വരനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈശ്വരനെ പറ്റിയിട്ട് മനുഷ്യർക്ക് പറയുന്നതിന് അതിന് ചില ലിമിറ്റേഷൻസ്, പരിമിതികളൊക്കെ ഉണ്ടല്ലോ. എത്ര പണ്ഡിതനായാലും ശരി, എത്ര വലിയ ഋഷീശ്വരനായാലും ശരി, യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാസഹ എന്നാ പറഞ്ഞിട്ടുള്ളത്. ആ ഭഗവാന്റെ വൈഭവത്തിന്റെ ഒരു ചെറിയ അംശത്തിലേക്കെങ്കിലും എത്താനൊന്നും നമുക്കൊന്നും സാധിക്കില്ല. പക്ഷേ ആ ഭഗവാൻ ഇവിടെ ജീവിച്ചു കാണിച്ച സമയത്ത് ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഭഗവാന്റെ ലീലകളും ഭഗവാൻ ചെയ്തതായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ നമ്മൾ അറിഞ്ഞതായ കാര്യങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ഓരോരുത്തർ ഭഗവാനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അതിനെയൊക്കെ ശേഖരിച്ചു വെച്ച് അല്ലെങ്കിൽ അതൊക്കെ കണ്ടും അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു മഹാൻ അതിനെപ്പറ്റി എഴുതുമ്പോൾ ആ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടും അത് കേട്ടിട്ട് അതിനെ മനനം ചെയ്തുകൊണ്ടും മനനം ചെയ്ത ആ വസ്തുക്കളെ ആധ്യാത്മികമായ തലത്തിൽ, കാരണം ഭൗതിക തലത്തിൽ നമ്മൾ അറിഞ്ഞതായ സംഗതികളെ ഈ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൗതിക തലത്തിന് അപ്പുറത്തുള്ള ആധ്യാത്മികമായൊരു മേഖലയിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് അവിടേക്ക് കയറി പറ്റിയിട്ട് ഒരു മഹത്തായ ഒരു തലത്തിൽ വെച്ച് അതിനെ ധ്യാനാവസ്ഥയിൽ കൂടെ നിധിധ്യാസം ചെയ്യുന്ന സമയത്ത് കുറേ നമ്മൾക്കൊക്കെ എന്തെന്നില്ലാത്തതായ ഒരു അനുഭൂതിയും ഇതുവരെ അനുഭവിക്കാത്തതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. അതിൽ കൂടെ നമ്മുടെ ഭക്തി വർദ്ധിക്കുകയും ഭക്തിയിൽ കൂടെ അതിന്റെ പരാഭക്തിയിൽ എത്തിയിട്ട് നമുക്ക് ജ്ഞാനം വരികയും ആ ജ്ഞാനത്തിൽ കൂടെ അവതാരസ്വരൂപനായിട്ട് വന്നിട്ടുള്ള ആ ഭഗവാന്റെ നിർഗുണമായ അവസ്ഥയിലേക്ക് നമുക്ക് പ്രാപിക്കാൻ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തും. അപ്പോൾ അതിന് ഏറ്റവും ഉതകുന്നതായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞാൽ. ശ്രീമദ് ഭാഗവതത്തിനൊക്കെ പോലെ തന്നെ ശ്രീമദ് ഭാഗവതും രാമായണമൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീരാമന്റെയും ഒക്കെ ഉള്ള ജീവചരിത്രങ്ങളും കഥകളും ഒക്കെ എത്ര പേർക്ക് അതൊക്കെ ജീവിതത്തിൽ ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കാൻ സഹായിച്ചു. കാരണം അതെല്ലാം കഥാകാലങ്ങളിൽ കൂടി ആധ്യാത്മികമായിട്ടുള്ള സംഗതികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ അവതാര സ്വരൂപൻ നമ്മുടെയൊക്കെ സമകാലികനായിട്ട് വന്നുകൊണ്ട് ഇതിലുള്ള പലരും ഭഗവാനെ കാണുകയും ഭഗവാനെ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ അവർക്ക് ഈ ഗ്രന്ഥമൊക്കെ വായിച്ചു കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തതായിട്ടുള്ളൊരു ഭക്തിവിശേഷം ഉണ്ടാവുകയും അങ്ങനെ ആ ഭാവ ആവേശത്തിൽ കൂടി അവർക്ക് അവരുടെ ഭക്തി വർദ്ധിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും, ആധ്യാത്മികമായ തലത്തിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ തരുന്നതായിട്ടുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥം ഞാനിവിടെ പറയാൻ പോകുമ്പോൾ ഞാൻ ഭഗവാന്റെ പാദത്തിലെ എൻ്റെ എല്ലാവിധ അഹങ്കാരങ്ങളും എന്തൊക്കെയാണ്, എനിക്ക് ഒരു കഴിവുമില്ല ഭഗവാനെ, അങ്ങയുടെ മുമ്പില് ഞാൻ എന്താണുള്ളത്, ആ എന്നെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് അങ്ങയുടെ സങ്കല്പം കൊണ്ടാണല്ലോ എന്നിൽ വന്നു ചേർന്നത്. അത് എത്ര കാലം ഇത് പിടിക്കുമെന്ന് അറിയില്ല. അപ്പോ ശ്രുതി സച്ചരിതം നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. 2-2.5 കൊല്ലം കൊണ്ടാണ് അത് തീർത്തത്. അപ്പോൾ അതിനേക്കാളും ബൃഹത്തായി കിടക്കുന്നതായിട്ടുള്ള ഗ്രന്ഥം നമ്മൾക്ക് എപ്പോഴാണ് തീരാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇത് ഭംഗിയായി അനവരതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇത് കേൾക്കുന്നവർക്കൊക്കെ ആധ്യാത്മികമായ ആനന്ദം പ്രദാനം ചെയ്യണേ സ്വാമി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മത്തിലേക്ക് അതിപവിത്രമായ അതിവിശുദ്ധമായ ശരിക്കൊരു യജ്ഞത്തിന്റെ തുടക്കം, ആ യജ്ഞത്തിലേക്ക് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയോടും നിങ്ങളുടെ എല്ലാം സമ്മതത്തോടും കൂടി പ്രവേശിക്കട്ടെ. സായിരാം. നമുക്കറിയാം ഗ്രന്ഥം എഴുതിയത് മലയാളിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കസ്തൂരിസ്വാമിയാണ്. കസ്തൂരിസ്വാമി 19-ാം ശതകത്തിന്റെ അവസാനത്തിൽ
ഒരു കുറച്ച് ദിവസമുള്ളൂ, 2 വർഷത്തെ. അത് കഴിയുമ്പോഴേക്ക് 20ാം ശതകമായി. ആ 19ാം ശതകത്തിലെ 2 വർഷം കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം പറയാ, ഞാൻ ഉത്തര തിരുവിതാംകൂറിലെ ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പഴയ കൊച്ചി മദിരാശി സംസ്ഥാനത്തിലുള്ള കൊച്ചി ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ഒരു ഭാഗം ഞങ്ങളെയൊക്കെ മലബാറിന്റെ കൂടെയായിരുന്നു. മലബാർ അന്ന് മദിരാശിയുടെ ഭാഗമായിരുന്നു. അവിടെയാണ് അത്ര അദ്ദേഹം തിരുവിതാംകൂറിൽ ജനിച്ചെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഉണ്ടായത് അവിടെയാണ്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹെഡ് മാസ്റ്റർ സ്വാമി വിവേകാനന്ദനെ നേരിട്ട് കണ്ടിട്ടുള്ളതായ ഒരു ഭാഗ്യവാനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കുറെ ആധ്യാത്മികമായിട്ടുള്ള പ്രസരണം കസ്തൂരിസ്വാമിക്ക് ഉണ്ടായി എന്ന് അദ്ദേഹം പറയണം. അപ്പോ അദ്ദേഹമാണ് അന്ന് പല വിദ്യാർത്ഥികളുടെയും ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിന്റെയും ഒക്കെ ദീപം കൊളുത്തി കൊടുത്തത്. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സർവകലാശാല വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് അദ്ദേഹം MA BL എന്നുള്ള ബിരുദങ്ങളൊക്കെ നേടിയ ശേഷം അദ്ദേഹത്തിന് മൈസൂരില് ഒരു കോളേജില് ഹിസ്റ്ററി ലെക്ചറായിട്ട്, ചരിത്രത്തിന്റെ ലെക്ചറായിട്ട് അദ്ദേഹം ചേർന്നു എന്നാണ് പറയുന്നത്. ആരോ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു ചോദിക്കാനുണ്ടോ? അതറിയാതെ കൈവച്ചു പലരും കൈ പൊന്തിച്ചിട്ടുണ്ട്, അറിയില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടുകയാണ് മൈസൂരിലെ ഒരു കോളേജിൽ. അങ്ങനെ ആ കോളേജിൽ ചേരാനായിട്ട് അദ്ദേഹം പറയുകയാണ്, അത് അത്ഭുതമായിട്ടുള്ള ഒരു നിമിത്തം. 1921 അദ്ദേഹം എറണാകുളത്ത് നിന്ന് തീവണ്ടി കയറുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ആ പടിഞ്ഞാറൻ കായല്, അന്നൊക്കെ കായലിൽ കൂടെയുള്ള യാത്ര ഉണ്ടായിരുന്നു. കായലിൽ കൂടെ തോണിയിൽ അമ്മയും ഭാര്യയും ഒക്കെ കൂട്ടിയിട്ട് തോണിയില് അങ്ങനെ കയറി വരികയായിരുന്നു. സമയം അർദ്ധരാത്രി 12 മണിയായി. 12 മണി കഴിഞ്ഞാലൊന്നും അങ്ങനെ ഒരു തോണിയിലൊന്നും പോകാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വരാതിരിക്കാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ തോണി ഇങ്ങനെ വരുന്ന കണ്ടപ്പോ ഒരു ചൗക്കിദാർ ഇതൊക്കെ നോക്കുന്ന ചില പോലീസുകാരന്റെ മാതിരി ഒരാള് കരയ്ക്ക് നിന്നിട്ട് ഉറക്കം വിളിച്ചു ചോദിച്ചു ഈ തോണിക്കാരനോട്, എവിടേക്കായി പോണത് ഈ രാത്രി നേരത്ത്? അപ്പോ തോണിക്കാരൻ മറുപടി പറഞ്ഞു. തോണിക്കാരൻ ഒരു രസികനായിരുന്നു, ഹ്യൂമറിസ്റ്റ് ആയിരുന്നു. തോണിക്കാരൻ ഉറക്കെ പറഞ്ഞിത്രേ, ഞാൻ മൈസൂരിലേക്കാ പോണത്. അപ്പോ ചൗക്കിദാർക്ക് തോണിക്കാരന്റെ ഇത് ധിക്കാരമായിട്ട് പറഞ്ഞ മാതിരിയാണ് സാധാരണ തോന്നുക. പക്ഷെ അതല്ല തോന്നിയത്. അയാളെ ശകാരിക്കാനൊന്നും തോന്നിയില്ല ചൗക്കിദാറിന്. അയാളും ഒരു രസികനായിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ മൈസൂരിലേക്കാ പോണത് പറയണത്? മൈസൂർ മാത്രമേ ഉള്ളൂ, അതിനപ്പുറം വേറെ ദിക്കില്ലേ? അപ്പൊ മൈസൂരിലേക്ക് എന്തിനാ പറഞ്ഞത്? വേറെ ഏതെങ്കിലും സ്ഥലം അപ്പുറത്തേക്ക് പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോ കസ്തൂരിസ്വാമി പറയാണ്, ഇത് അദ്ദേഹം എത്തേണ്ടതായിട്ടുള്ള ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് അന്ന് തന്നെ ഒരു സൂചന അവിടെ ഭഗവാൻ തന്നതാ. അത് എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തിയത്? ഈ മൈസൂര് കടന്ന സ്ഥലം മൈസൂരിൽ നിന്ന് 200 നാഴിക വടക്കായിട്ട് പുട്ടപ്പരുത്തി എന്നുള്ള പ്രദേശത്തേക്ക് അദ്ദേഹത്തിന്റെ കലാശാല അധ്യാപകനും പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതമൊക്കെ അവസാനിക്കാറാവുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ മൈസൂരിന്റെ അപ്പുറത്തേക്ക് പുട്ടപ്പരുത്തി എന്നൊരു പ്രദേശം ഉണ്ടെന്നും അവിടെ എല്ലാ ലൗകികന്മാരായിട്ടുള്ള ഗൃഹസ്ഥന്മാരായിട്ടുള്ള ജനങ്ങളുടെ ഈ സംസാരത്തില് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷാസങ്കേതമുണ്ട്. ആ രക്ഷാസങ്കേതം അവിടെ ഒരു വലിയ ഗുരുനാഥൻ, അവതാരതുല്യനായിട്ടുള്ള ഒരു ഗുരുനാഥനുണ്ട് എന്നൊക്കെ ഞാൻ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അറിഞ്ഞത്. അതിനു മുമ്പേ ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സംഗതിയെ പറ്റിയിട്ട് എനിക്ക് അറിയുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, അതിനുള്ള പ്രമാണമായിട്ട്, അതിന് തെളിവായിട്ട് തമിഴ്നാട്ടിലെ നിഗൂഢമായ കാര്യങ്ങളിലേക്ക് പ്രസക്തിയുള്ളതായ മിസ്റ്റിക് കവി ശുദ്ധാനന്ദ ഭാരതി എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു തമിഴ്നാട്ടിലെ കവിയായിട്ടുള്ള യോഗ്യ, അദ്ദേഹം
വെങ്കടഗിരിയിൽ ഒരു ആധ്യാത്മിക സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ വാർഷിക യോഗത്തിൽ, അന്ന് ആ വാർഷിക യോഗത്തില് ഭഗവാൻ സത്യസായീശ്വരൻ അധ്യക്ഷനായിരിക്കുക. 1939 കൊല്ലത്തിലാണത്, ഏപ്രിൽ മാസത്തില്. അദ്ദേഹം അവിടെ ചെന്നിട്ട് അതിൽ പങ്കെടുത്ത ശേഷം പറഞ്ഞു അത്രേ, ഞാൻ യോഗാഭ്യാസം ചെയ്യാൻ തുടങ്ങിയിട്ട് 50-ൽ പരം വർഷങ്ങളായി. തുടർച്ചയായിട്ട് 20 സംവത്സരം ഞാൻ മൗനം ആചരിച്ചിട്ടുണ്ട്. ഞാൻ ശ്രുതി ബാബ, അരവിന്ദ മഹർഷി, മെഹർ ബാബ മുതലായ എല്ലാവരെയും സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഇന്നിതാ ഞാൻ ഇവിടെ അവതാര സ്വരൂപമായിട്ടുള്ള സത്യസായി ബാബയുടെ ദർശനം എനിക്ക് ഇവിടെ വെച്ച് ലഭിച്ചിരിക്കുന്നു. അത്രയും യോഗീശ്വരനായിട്ടുള്ള, ഋഷീശ്വരനായിട്ടുള്ള അവർക്കൊക്കെ ഒറ്റ ദർശനം കൊണ്ട് ആ അവതാര സ്വരൂപങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിനെ നോക്കൂ, 20 വത്സരം മൗനം ആചരിച്ച ആള്, അങ്ങനെ തുടർച്ചയായിട്ട് 20 വർഷം മൗനാചരിച്ച ഒരാള്, യോഗാഭ്യാസമൊക്കെ ചെയ്ത ഒരാള്, വലിയ വലിയ ഋഷീശ്വര തുല്യരായിട്ടുള്ള അവതാര സ്വരൂപങ്ങളായിട്ടുള്ള സിദ്ധി ബാബ മുതലായിട്ടുള്ള അവതാര സ്വരൂപങ്ങളെ ദർശനം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഭഗവാൻ സത്യസായീശ്വരനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് പൂർണ്ണ അവതാരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എനിക്ക് ഈശ്വരന്റെ ദർശനമുണ്ടായി എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന ചെയ്തു. അങ്ങനെ അദ്ദേഹം പറയാം, കസ്തൂരിസ്വാമി പറയാം, ഞാൻ അവിടെ മൈസൂരിലുള്ളപ്പോൾ അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷന്റെ കാര്യദർശിയായിട്ട് 17 വർഷം അവിടെ ജോലി ചെയ്തു. സ്വാമി അവിടെ എത്തിക്കുന്നതിന് മുമ്പേ ആധ്യാത്മികമായിട്ടുള്ള ശക്തിവിശേഷങ്ങള് പല രീതിയിലും പകർന്നു കൊടുക്കുകയാണ്. എവിടേക്കാ വരുന്നത്? അവതാര സ്വരൂപത്തിന്റെ തൊട്ടടുത്ത അവതാര സ്വരൂപത്തിന്റെ ഒരു സെക്രട്ടറിയുടെ മാതിരി പ്രവർത്തനം ചെയ്യാൻ വരുന്ന ഒരാൾക്ക് അതിനുള്ള അടിസ്ഥാന യോഗ്യതകളൊക്കെ വേണ്ടേ? അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടേ? അദ്ദേഹം ചിലപ്പോൾ ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം ഭൗതിക തലത്തിൽ. പക്ഷെ ഭൗതിക തലത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് മാത്രമായി അവിടെ ആരുടെ കൂടെയാണ് നടക്കുന്നത്? ഒരു പൂർണ്ണാവതാരത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ ആ പൂർണ്ണാവതാരത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാനുള്ള ബോധമെങ്കിലും ഉള്ള ഒരാളാവണ്ടേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു 17 വർഷം അവിടെ അദ്ദേഹത്തിന് ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ജോലി ചെയ്യാൻ സാധിച്ചു. അവിടുത്തെ കാര്യദർശിയായിട്ടാണ്, വലിയൊരു പൊസിഷനിൽ തന്നെയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സിദ്ധാരൂഢ സ്വാമി, രമണ മഹർഷി, മെഹർ ബാബ, ശ്രീനാരായണ ഗുരുസ്വാമി ഇവരൊക്കെ ആയിട്ട് പരിചയം നേടാനും അവരൊക്കെ അടുത്ത് പോയിട്ട് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിട്ടുള്ള ശ്രീ മഹാപുരുഷജിയുടെ ഉപദേശം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് മന്ത്രോപദേശം കിട്ടി. അദ്ദേഹം ജപം നടത്തി. എന്നിട്ട് അദ്ദേഹം പറയാ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഞാൻ 1948 എനിക്ക് ഭഗവാൻ ബാബയുടെ പാതാരബിന്ദങ്ങളിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. 1948 അദ്ദേഹം പുട്ടപർത്തിയിലെത്തി. ഭഗവാന്റെ ചാരത്തിരിക്കാൻ, അടുത്തിരിക്കാൻ, സാന്നിധ്യത്തിലിരിക്കാനുള്ള ആ മഹാഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകും ഭഗവാന്റെ അടുത്ത്. അദ്ദേഹത്തിന് വിശ്വാസം കൂടി കൂടി വന്നു. അങ്ങനെ മൈസൂർ കലാശാലയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കുറച്ചു കാലം അഖിലേന്ത്യാ റേഡിയോ AIR പ്രൊഡ്യൂസർ എന്ന നിലയിൽ ജോലി ചെയ്തിട്ട് കുറച്ചു കാലമൊക്കെ അദ്ദേഹം അവിടെയൊക്കെ നിന്ന് പ്രൊഡ്യൂസറൊക്കെ ആയ നിലയിൽ നിന്ന് അതിനുശേഷം ഭഗവാൻ ബാബയുടെ അടുത്തേക്ക് എത്തിയത്. അപ്പൊ അദ്ദേഹം മൈസൂരൊക്കെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ അത് പറഞ്ഞിട്ടില്ല. മൈസൂരിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കടുത്തതായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സന്യാസിമാരെ പറ്റിയിട്ടും ഇങ്ങനെ അവതാരം എന്നൊക്കെ നടക്കുന്നവരെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു അത്രേ, ഈ കാവ്യം എടുത്ത് നടക്കുന്നതിനൊക്കെ. അതിനൊക്കെ ആ കാലങ്ങളിൽ ഇദ്ദേഹം വളരെയധികം ഒരു ഹ്യൂമറിസ്റ്റാ, രസകരമായ ഇതിൽ കൂടെ വിമർശിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇത്തരം സന്യാസിമാരെയൊക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ആദ്യത്തിൽ അദ്ദേഹത്തിന് അത്രയും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് കൂടുതൽ അടുക്കാനും ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, ഇത് ശരിക്കും ഒരു അവതാര സ്വരൂപമാണ്. ഈ ഭഗവാന് ചെയ്യാൻ സാധിക്കാത്തതും ഒരു കാര്യങ്ങളും അസാധ്യം എന്നൊരു പറഞ്ഞൊരു സംഗതി ഈ ഭഗവാൻ ഇല്ല എന്നൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പറയാണ്, എന്നെക്കാളൊക്കെ എത്രയോ കാലം ഭഗവാന്റെ ഭക്തന്മാരായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്നപ്പോൾ.
അദ്ദേഹവുമായിട്ട് വളരെയധികം അടുത്ത് പെരുമാറാൻ ഭാഗ്യം സിദ്ധിച്ചവരായിട്ടുള്ള കുറേ ആൾക്കാരെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ, അദ്ദേഹത്തിന്റെ മഹിമകൾ കാണാൻ എത്രയോ അവസരം ഉണ്ടായതെന്നും കണക്കൊന്നുമില്ല. അപ്പോ അങ്ങനെയുള്ള അദ്ദേഹത്തിനെയാണ് പക്ഷെ ഭഗവാൻ തെരഞ്ഞെടുത്തിട്ട് അവിടെ തന്നെ താമസിപ്പിച്ച് അദ്ദേഹത്തിനോടാണ്, അദ്ദേഹത്തിന്റെ കൂടെ സദാസമയം ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ സെക്രട്ടറി എന്ന രീതിയിൽ ഭഗവാന്റെ കൂടെ വർത്തിക്കാനുള്ളതായിട്ടുള്ള മഹാ അനുഗ്രഹം അദ്ദേഹത്തിന് കൊടുത്തു. അത് വെറുതെ ഒന്നും കിട്ടില്ല ഒരാൾക്ക്. ഭഗവാനെ ഒക്കെ അടുത്ത് സ്ഥൂലമായ അവസ്ഥയിൽ അടുത്തു നിൽക്കാനും ഭഗവാനുമായിട്ട് സദാസമയം ഒരു സന്തത സഹചാരിയെ പോലെ ഒക്കെ നടക്കാനും, എന്തിന് ഭഗവാൻ ഒന്ന് നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് ഒരു സംഭാഷണം നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയോ ജന്മങ്ങളിൽ നമുക്ക് ചെയ്ത സുഹൃതത്തിന്റെ ഫലമായിരിക്കും. ആ കർമ്മഫലങ്ങളെ കൊണ്ടാണ്, സുഹൃതം കൊണ്ടാണ് നമുക്ക് ഭഗവാൻ ഇന്ന് കാണാനും ഭഗവാൻ നമ്മളോട് സംസാരിക്കാനും നമ്മളെ ഒന്ന് തൊടാനും ഒക്കെയുള്ള ഭാഗ്യം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഭഗവാന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഭഗവാന്റെ ആശ്രമത്തിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാ കാര്യത്തിലും ഭഗവാനുമായി സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുന്ന ഒരു വ്യക്തിയുടെ മഹാഭാഗ്യം എത്രയായിരിക്കും, എത്ര സുഹൃതം ഉണ്ടായിട്ടുണ്ടാവണം അദ്ദേഹത്തിന്. പക്ഷെ ഭൗതികത രീതിയിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഭൗതികതയിലുള്ളതായിട്ടുള്ള കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ആർക്കും അനുഭവിക്കണം. ഭൗതികതയിൽ ആർക്കും നിതാന്തമായ സുഖസമാധാനം ഉണ്ടാവില്ലല്ലോ. അത് കസ്തൂരി സ്വാമിക്കും ഉണ്ടായിട്ടില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ യോഗം ഉണ്ടായി, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത പലതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ആ സമയത്ത് മനസ്സിലായി, ഈ സംസാരത്തില് ഇവിടെ ഭൗതിക ജീവിതത്തില് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നതൊക്കെ മാറി മറിയുന്നതും നിത്യമല്ലാത്തതും നശിച്ചുകൊണ്ടിരിക്കുന്നതും ദുഃഖം തരുന്നതും അനർഥ ജഡ ദുഃഖ സ്വരൂപങ്ങളുമാണെന്ന് അദ്ദേഹത്തിന് ഭഗവാന്റെ കൂടെ നടന്ന് കാലങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതായ ആധ്യാത്മികതയിൽ കൂടെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും അദ്ദേഹം സദാസമയം ശ്രദ്ധ ചെലുത്തിയിരുന്നത് ആത്മഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ സാധനകൾ നാമം ചൊല്ലിയിട്ടും ഭഗവാനെ ഭക്തിയോടുകൂടി കണ്ടും ഭഗവാന്റെ സഗുണസ്വരൂപത്തെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ നാമജപ മന്ത്രത്തിന്റെ ദീക്ഷയൊക്കെ അതിനുപയോഗിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം വളരെ പ്രസന്നവദനായിട്ട്, ഏതവസ്ഥയിലും പ്രസന്നവദനായിട്ട്, കാരണം ഈ ജീവിതമൊക്കെ തന്നെ മാറി മറിയുന്നതാണെന്നും സത്യമായ നിത്യമായത് എൻ്റെ ആത്മാവാണെന്നുമുള്ള ആ ബോധ്യത്തിൽ ആ ആത്മാവിനെ സഗുണസ്വരൂപമായിട്ടുള്ള ഭഗവാനായിട്ട് അദ്ദേഹം ഉപാസന ചെയ്തുകൊണ്ടാണ് അവസാനം ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളൊക്കെ നമുക്ക് അറിയാം. അദ്ദേഹം ഭഗവാൻ തന്നെ പറഞ്ഞു, അവൻ ബ്രഹ്മത്തിൽ ലയിക്കാൻ പോവുക, ആത്മനിൽ ലയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ചെല്ലുന്നതും എല്ലാവരോടും പറയുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കാലങ്ങളിൽ കൂടെ അദ്ദേഹത്തിന് എത്രയോ ജന്മത്തിന്റെ സുഹൃതം കൊണ്ടാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഒരുപാട് മഹിമകൾ കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ മഹിമകൾ അനുഭവിച്ച് ഒരുപാട് പേരുടെ അടുത്തുനിന്ന് നേരിട്ട് അദ്ദേഹത്തിന് ആ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാ ഇപ്പോ ഈ ഗ്രന്ഥം ഞാൻ എത്രയോ കാലങ്ങളായി ഇത് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇതിന്റെ ഒന്നാമത്തെ വാളിയം എല്ലാം റെഡിയായി കഴിഞ്ഞു. അത് എനിക്കിപ്പോ നിങ്ങളുടെ കയ്യിലേക്ക്, ഈ ലോക ജനതയുടെ കയ്യിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭാഗ്യം കൊണ്ട് കഴിഞ്ഞു. അപ്പോ ഈ പുസ്തകം കൊണ്ടല്ല നിങ്ങൾ ശരിക്കും ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. പുസ്തകങ്ങൾ നിങ്ങളെ ഒരു സഹായിച്ചു എന്ന് വരും. പുസ്തകം നേരിട്ടുള്ള അനുഭവമാണ് ഓരോരുത്തർക്കും ഭഗവാനുമായിട്ട് അടുത്തു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരിട്ട് അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോ മറ്റുള്ളവർ പറയാനൊന്നും പറ്റില്ല. അതൊന്നും മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല. കാരണം അവിടെ ലോജിക്കലായിട്ടൊന്നും ആർക്കും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ അനുഭവങ്ങൾ നമ്മൾക്ക് സയന്റിഫിക് ആയിട്ടൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനോ സാധിക്കും. കാരണം അത് ഈ സയൻസിന്റെയും ബുദ്ധിയുടെയും ഇന്റലിജൻസിന്റെയും ഒക്കെ അതീതമായ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്നതായ ഒരു പ്രഭാവമാണ്.
അതിനെ പറ്റിയിട്ട് നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാനും ചിലപ്പോൾ സാധിക്കില്ല, അതിനെ നിർവചിക്കാനും സാധിക്കില്ല. എന്നാലോ എന്തെന്നില്ലാത്തതായ ഒരു അനുഭൂതി നമ്മൾക്ക് അവിടെ നിന്നുണ്ടാവും. ആ അനുഭൂതിയിൽ നമുക്ക് ഈ ഭൗതികതയിലൊക്കെ നമുക്ക് വിരക്തി വരും. ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഈ ഭഗവാനിൽ ഉണ്ടാവുന്നതായ ആ ആനന്ദം മാത്രം മതി എന്ന രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അങ്ങനത്തെ അനുഭവങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പൊ ആ അനുഭവങ്ങള് കൂടുതലായിട്ട് ഇല്ലാത്തവർക്ക് ഇത്തരം പലരുടെയും അനുഭവങ്ങളും സംഗതികളൊക്കെ വായിച്ചിട്ട് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ മുഴുവനായും ഭഗവാനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ധാരാളം ആധ്യാത്മികമായ അനുഭവങ്ങൾ ലഭിക്കാൻ ഇടവരും. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് സ്വാമിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമായില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതാണ് ബാബ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഈ പുസ്തകം അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. ഇത് ചാടിപ്പിടിച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഭഗവാന് അദ്ദേഹത്തിന് തൊട്ടറിയുന്ന പലരെയും ബന്ധിക്കുന്നതായിട്ടുള്ള നമ്മളെ ഈ മനസ്സുകൊണ്ടൊന്നും പിടികിട്ടാത്തതായ ഒരുപാട് മഹിമാവിശേഷങ്ങൾ, അത് ഭഗവാന്റേതായ ആ മഹാ അത്ഭുതങ്ങൾ, അതിൻ്റെ കാരണങ്ങളെ പറഞ്ഞ് പ്രകാശിപ്പിക്കുമ്പോൾ അത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷം തരും എന്നുള്ളത് കൊണ്ട് ഞാനിതിനൊരുങ്ങി പുറപ്പെട്ടു. ഇപ്പൊ അതിനൊരു സമയമായി. ഇവിടെ ഭഗവാന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ തുറന്നു വെച്ചിട്ടൊരു ഗ്രന്ഥമാകുന്നു എന്ന് അദ്ദേഹം പറയണത്. അവിടെ ഗോപ്യമായിട്ടൊന്നുമില്ല, അങ്ങേറ്റത്തെ ട്രാൻസ്പെറന്റ് ആണെന്ന് പറയും. അവിടെ ഗോപ്യത, മനസ്സിലാക്കാനുള്ള വൈഷമ്യം, ഇതൊന്നും ഭഗവാനെ സംബന്ധിച്ച് പറയാവതല്ല. ഭഗവാനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയാ ഒന്നുമല്ല. അതൊക്കെ ശരിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മളെ മുമ്പെന്ന് കാണിക്കുന്നതാണ്. അവിടെ നമ്മൾ അഹങ്കാരത്തോടു കൂടി നമ്മൾ അതിനെ വിശകലനം ചെയ്യാനൊന്നും പോയിട്ട് ഒരു കാര്യം, അതിനെ മനസ്സിലാക്കാൻ വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. ഭഗവാൻ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയുക, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് നമ്മുടെ കണ്ണിന് മുമ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുക. അനുഭവങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരും. അപ്പൊ അതൊന്നും അറിയാനൊന്നും ആർക്കും വിഷമമില്ല. അറിയേണ്ട ആൾക്ക് അത് ശരിക്കും മനസ്സിലാകും. അതൊന്നും ഭഗവാന് ഒരു കുറ്റം പറയേണ്ട ആരും എന്ന് അദ്ദേഹം പറയേണ്ടത്. ആർക്കും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താം. ഞാനൊരു മോശക്കാരനാണ്, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ നടന്നതാണ്, എനിക്ക് അവിടെ നിന്നും പോകാനുള്ള അധികാരമില്ല, ഒന്നും വിചാരിക്കേണ്ട. ആർക്കും, പണ്ഡിതനും പാമരനും ദരിദ്രനും ധനികനും ഏത് മതത്തിൽപ്പെട്ടവർക്കും ആർക്കും അവിടെ നിയന്ത്രണമില്ല. ഏതൊരാൾക്കാണോ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു അവർക്കൊക്കെ വന്ന് കാണാനുള്ള അനുഗ്രഹം സ്വാമി കൊടുക്കും എന്നാണ്. അതുകൊണ്ട് മടിച്ചു നിൽക്കണ്ട എന്ന് പറയാ അദ്ദേഹം. അപ്പൊ ബാബയുടെ ഭക്തന്മാര്, വലിയ ഭക്തന്മാരൊക്കെ ഇല്ലേ, അവര് ചിലപ്പോ ഈ ഗ്രന്ഥത്തെ അത്ര തന്നെ മതിപ്പ് കൊടുത്തു എന്ന് വരില്ല എന്ന് അദ്ദേഹം ആദ്യം തന്നെ ഒരു ആശങ്ക പറഞ്ഞിരിക്കുക. എന്താ കാരണം വെച്ചാല്, ഈ ഞാൻ എഴുതിയതായിട്ടുള്ള ഈ ഗ്രന്ഥത്തിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്തുള്ള ഭക്തന്മാർക്കൊക്കെ അറിയാം. അവർക്കൊരു പുസ്തകത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഈ പുസ്തകത്തിന് അവർക്ക് ഒരു പുതുമയൊന്നും തോന്നില്ല. അപ്പൊ അവര് ചിലപ്പോ ഇതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയണമെന്നല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന് വരാമെന്ന്. അപ്പൊ അങ്ങനെ അച്ചടിയിൽ ബാബയെ വിവരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ നിവൃത്തിയുള്ളൂ. അച്ചടിച്ചിട്ട് വാക്കുകളിൽ കൂടെ പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഇപ്പോ എനിക്കോ ഒക്കെ വന്നിട്ടുള്ള നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും വാക്കുകളിൽ കൂടെ പറയുമ്പോൾ അത്രയ്ക്ക് തന്നെ വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് വിനിമയം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അത് ആ അനുഭവങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും. അതിന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഒപ്പിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ വാക്കുകളൊന്നും കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. വേണ്ട കാര്യത്തിൽ അതുമാതിരി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആവാൻ വഴിയുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാതെ ആദ്യം തന്നെ. അത്തരത്തിലുള്ള പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈശ്വരന്റെ കഥ പറയാം, അതിലതൊക്കെ ധാരാളമായിട്ടുണ്ടാവാം എന്ന് അദ്ദേഹം പറയാം. പിന്നെയോ
സ്വാമിയെ പറ്റി അറിയാത്ത ആൾക്കാർ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു കിറുക്കനോ ഭ്രാന്തനോ അല്ലെങ്കിൽ ഒരു വിഡ്ഢിയോ എന്നൊക്കെ ഒരു അങ്ങനത്തെയൊക്കെ ഒന്നും ഒരു മഹാവിഡ്ഢിയായിട്ടൊരു മനുഷ്യൻ ഇങ്ങനത്തെയൊക്കെ വിഡ്ഢിത്തെ ആരെങ്കിലും എഴുതുമോ? ഇയാൾ എന്ത് ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു, ഇയാൾ എന്ത് പഠിച്ചിട്ടുണ്ടെന്നാ പറയണത് എന്നൊക്കെ പറയാൻ വഴിയുണ്ട്. കാരണം ഇതൊക്കെ വിശ്വസിക്കാനും ഇതിനൊക്കെ അനുഭവിക്കാനും ഒരു ഭാഗ്യം തന്നെ വേണം. അല്ലാത്തവരോട് അങ്ങനെ പഠിക്കുന്നവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഞാൻ പറയാം, അവരോട് ഞാൻ എന്താ പറയാ? അപ്പോ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് എഴുതിയ കന്നഡ നോവലുകൾ, നാടകങ്ങൾ, അതിലൊക്കെ ഞാൻ വളരെ തമാശയായിട്ട് പുച്ഛരസത്തോട് കൂടിയിട്ട് വളരെ കാലം ഈ എൻ്റെ വിഡ്ഢിത്തം, ഇവരൊക്കെ പറയുന്ന മാതിരി, സ്വാമിയെ പറ്റി പറയുന്ന മാതിരി വിഡ്ഢിത്തമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്, പല സന്യാസിമാരെയൊക്കെ പറ്റിയിട്ട്. അപ്പോ അങ്ങനെ ഒരു ഗർവവും ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഞാൻ ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തിനെ അനുഭവിക്കാൻ തുടങ്ങിയില്ലേ, അദ്ദേഹത്തിന്റെ പരമകാരുണ്യം ഞാൻ കാണാൻ തുടങ്ങിയില്ലേ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്നിലേക്ക് അദ്ദേഹം ചൊരിയാൻ തുടങ്ങിയില്ലേ, അദ്ദേഹത്തില് ആ ഉള്ളിലിരിക്കുന്ന ദിവ്യശക്തിയെ എനിക്ക് നേരിട്ട് അനുഭവിക്കാനുള്ളതായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായില്ലേ. അതുകൊണ്ട് ഞാൻ പറയാ, ഞാൻ ഈ പറയണത് അങ്ങേയറ്റത്ത് സത്യമാണ്. ഞാൻ ഈ അത്രയ്ക്കും ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയണത്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയണു, ഇവിടെ വരൂ. ഇവിടെ മനുഷ്യരാശിക്ക് സത്യം, ശിവം, സുന്ദരം എന്ന അവസ്ഥയിലേക്ക് ലയിച്ചു ചേരാനുള്ളതായിട്ടുള്ള ഒരു അവസരം ഇതാ വന്നിരിക്കുന്നു. ഈ പുട്ടപരുത്തിയിലേക്ക് വരൂ, ഈ ഭഗവാനെ ദർശനം ചെയ്യൂ, ഈ ഭഗവാനുമായി അടുത്തുകൂടൂ. നിങ്ങൾക്ക് സത്യം, ശിവം, സുന്ദരം എന്ന അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ ഇതാ നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിൻ്റെ അവതാരികയില് അത് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ഇനി ഒന്നാമത്തെ ചാപ്റ്ററിന്നോ ഒന്നാമത്തെ ഭാഗം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. മനുഷ്യരൂപത്തിൽ നിന്നാണ് അതിന്റെ ഹെഡിങ്. മനുഷ്യരൂപത്തിൽ ആഗതനായിട്ടുള്ള ഭഗവാന്റെ കഥയാണിത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ അദ്ദേഹം 41 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതുമ്പോൾ പ്രശാന്തമായൊരു കൊച്ചു ഗ്രാമത്തിൽ അവതരിച്ചു. ഗ്രാമത്തിന്റെ പേര് പുട്ടപർത്തി എന്നാണ്. ഇവിടെ 3 വരിയില് അവതാര സിദ്ധാന്തവും അത് പൂർണ്ണ അവതാരമായിട്ടുള്ള ആ അവതാര സ്വരൂപമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചത് സർവാന്തര്യാമിയായിട്ടുള്ള, സൃഷ്ടി സംഹാരകനായിട്ടുള്ള, എല്ലാത്തിനും ആധാരമായിട്ടുള്ള, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ പരബ്രഹ്മമാണ് എന്ന് അദ്ദേഹം ഈ വാക്കുകളിൽ കൂടെ നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചു. ഇവിടെ നമുക്കറിയാം, പ്രമാണങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഈ പരബ്രഹ്മം എന്നത് നിർഗുണ നിരാകാരമായിട്ടാണ്. അതിനെ വാക്കുകളെ കൊണ്ടൊന്നും നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. അതിനെ നമുക്ക് അനുഭവവേദ്യമാക്കിയിട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടൊന്നും തേടിപ്പിടിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അത് നമ്മുടെയൊക്കെ ഫാക്കൽറ്റീസിനും നമ്മുടെയൊക്കെ കോംപ്രിഹെൻഷനും അല്ലെ നമ്മുടെയൊക്കെ ചിലത് അറിയാനുള്ള കഴിവ്, ഒരു ശക്തി വിശേഷങ്ങളുണ്ടല്ലോ, അതിനേക്കാളൊക്കെ എത്ര മേധയാണ്. അതുകൊണ്ട് തന്നെ അതിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ, അതിനെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഇതായിട്ട് മനസ്സിലാക്കാനും ഒന്നും നമുക്ക് സാധിക്കില്ല. പരബ്രഹ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തന്നെ അനുഭവിച്ചിട്ടുള്ളതല്ല. ഋഷീശ്വരന്മാരൊക്കെ അവരുടെ സാധന അല്ലെങ്കിൽ തപസ്സിന്റെ അവസ്ഥയിൽ അവരിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ഒരു ബോധമാണ്. ആ ബോധത്തെ വാക്കുകളെ കൊണ്ട് അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അത് അവര് ശ്ലോകങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ അവര് പറഞ്ഞു, ഞങ്ങളിതാ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വേദാഹമേദം എന്ന് പറഞ്ഞ ആ ശ്ലോകം ഉണ്ടല്ലോ, ആ ശ്ലോകപ്രകാരമൊക്കെ ഈ എല്ലാ സ്ഥലത്തും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രകാശത്തെ ഞങ്ങളിതാ സാംശീകരിച്ചിരിക്കുന്നു. ആ പ്രകാശത്തെ ഞങ്ങൾ സാംശീകരിച്ചതിനെ നിങ്ങൾക്കുമാവാം, നിങ്ങളും ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേധാഹമേധം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താ എന്ന ആ ഡിക്ലറേഷനിൽ കൂടിയൊക്കെ അദ്ദേഹം ഋഷീശ്വരന്മാരെ അവതാര സ്വരൂപത്തിന്റെ ഈ കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു.
ഒരു കൺസെപ്റ്റ്, ഒരു പ്രതിഭാസം. അതാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞത്. ആ പ്രതിഭാസത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ വേദാന്തം ആദ്യകാലങ്ങളിൽ ഈ പ്രതിഭാസത്തിന് അതേമാതിരി പറയുമ്പോൾ അതിലേക്ക് താല്പര്യം ഉണ്ടാവാൻ സാധാരണക്കാരായിട്ടുള്ള ഭൗതികന്മാർക്കൊന്നും ശരിയാവില്ല, എത്താൻ സാധിക്കില്ല. അവരത് കേൾക്കുമ്പോൾ തന്നെ മടുപ്പായി പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മുടെ തത്വചിന്ത ഈ പരബ്രഹ്മം എന്ന ആ പ്രതിഭാസത്തെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഉപാധിയിലേക്ക് സാങ്കല്പികമായിട്ട് അതിനെ താഴ്ത്തിക്കൊണ്ടുവന്നത്, അതിനെ ഒരു സ്വരൂപത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് ആ സ്വരൂപത്തിനെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ നമുക്ക് അനുഭവിക്കാനും അറിയാനും ഒക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ആ സ്വരൂപത്തിനെ നമ്മൾ ഉപാസന ചെയ്ത് സാധനയിൽ കൂടിയൊക്കെ ഭക്തിയോടുകൂടി അതിനെ പറ്റിയിട്ട് അതിനെ നമ്മൾ അതുമായിട്ട് അടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പല അനുഭവങ്ങളിൽ കൂടെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആ നിർഗുണഭാവം ആ സഗുണഭാവം നമ്മളിൽ നിന്നും മറഞ്ഞ് നമ്മൾ നിർഗുണഭാവത്തിലേക്ക് എത്തും. അപ്പൊ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഒരു പെർസെപ്റ്റിലേക്ക്, ഒരു പ്രതിഭാസത്തിൽ നിന്ന് ഒരു ഉപാധിയിലേക്ക്, ഈ ഉപാധി സാങ്കല്പിക, ആ ഉപാധിയുമായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തിൽ കൂടെ സാധനകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഭാഗ്യമുള്ളൊരവസരത്തില് ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് ആ ഉപാധി നമ്മുടെ എല്ലാവിധ ഫാക്കൽറ്റികളിൽ നിന്നും മറഞ്ഞിട്ട് ആ ഉപാധിയുടെ സ്ഥാനത്ത് നിർഗുണമായ അവസ്ഥയെ നമുക്ക് സാംശീകരിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ആത്മാവാണെന്നുള്ള ബോധ്യം വരും. ആ ഒരു ഉപാധിയാണ് നമ്മുടെ തത്വചിന്ത ഇവിടെ അവതാരം എന്ന് പറയുന്നത്. അതാണ് അതിനുള്ള വേറെ പ്രമാണങ്ങൾ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ ആചാര്യന്മാര് അതിന്റെ പ്രമാണ ശ്ലോകങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുന്നു. ഇപ്പോ ഭഗവത്ഗീതയില് അചോ അഭിസന്യവയാത്മ ഭൂതാനോ ഈശ്വരോ അഭിസൻ പ്രകൃതിയും സാമധിഷ്ഠായ സംഭവാത്മമായ. ഞാൻ ജനിക്കാത്തവനും നാശമില്ലാത്തവനാണ്, ജീവികളുടെ എല്ലാം ഈശ്വരനാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ സ്വപ്രകൃതിയെ ആശ്രയിച്ചിട്ട് സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നു എന്ന് എപ്പോ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ചുതി വരുന്ന സമയത്ത് ആ ധർമ്മത്തെ പുനരുദ്ധരിക്കാനായിട്ട് ഞാൻ കാലാകാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ആവിർഭവിക്കുന്നു, അവതാരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകങ്ങളിൽ കൂടെ ഒരു ബീജമായിട്ടുള്ള നിർഗുണമായ നിരാകാരമായിട്ടുള്ള പരബ്രഹ്മം, ആ പരബ്രഹ്മത്തിന്റെ ശക്തിയായിട്ടുള്ളതായ പ്രകൃതി ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മനുഷ്യസ്വരൂപവും മനുഷ്യസ്വരൂപം മാത്രമല്ല എന്ന് പറഞ്ഞതിന് ഭാഗവതത്തിലാണ് ഏതെന്നാൻ അവതാരാണം നിദാനം ബീജമവ്യയം യസ്യാം സംശയന സൃജ്യന്തേ ദേവതിര്യജ്ഞരാധിഷ്ഠ എന്ന് ഭാഗവതത്തിൽ പ്രമാണം പറഞ്ഞു. ഈ ശക്തിവിശേഷം ചില അവസരങ്ങളിൽ ദേവനായിട്ടോ തിര്യക്കായിട്ടോ മനുഷ്യനായിട്ടോ ഇവിടെ ഭൂമിയിൽ അവതരിക്കും. അതിലേറ്റവും ശക്തമായിട്ടുള്ള പൂർണ്ണമായ അവതാരമാവാൻ മനുഷ്യാവതാരത്തിന് മാത്രമേ സാധിക്കുള്ളൂ. തിര്യക്കായിട്ടും ദേവനായിട്ടുള്ള അവതാരങ്ങളൊക്കെ അംശാവതാരങ്ങൾ, ആവേശാവതാരങ്ങളൊക്കെ ചില താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാവുമ്പോൾ പൂർണ്ണ അവതാരം ഈ സമൂഹത്തിന്, മനുഷ്യരാശിയിലെ ചില വിഭാഗങ്ങളെ അവരെ മുഴുവൻ തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അവരെ സമൂഹത്തെ ആധ്യാത്മികയുടെ ഊർജത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു അവസ്ഥ കൂടെ ചെയ്യാൻ ശക്തിയുള്ളവരായിരിക്കും അർത്ഥം. അതാണ് ഗീതയിൽ കൂടിയൊക്കെ ഭഗവാൻ കൃഷ്ണനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷങ്ങൾ കാണിച്ച അവതാരങ്ങളിൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അവതാരം കൃഷ്ണാവതാരമായിരുന്നു. കൃഷ്ണസ്തു സ്വയം ഭഗവാൻ. കൃഷ്ണനെ ഭഗവാൻ എന്ന് വിളിക്കാൻ എന്താ കാരണം? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ ശൈവാണം ഇതീരണാം എന്ന് പറഞ്ഞ 6 ഭഗങ്ങള് ജീവിതത്തിൽ കാണിച്ചു തന്ന ആള്, 8 ഐശ്വര്യങ്ങൾ പ്രകടിപ്പിച്ച ആള്,
16 കലകൾ പൂർണ്ണമായിട്ട് പ്രകടിപ്പിച്ച ആൾ. അങ്ങനെയൊക്കെയുള്ള എല്ലാ അവതാര ലക്ഷണങ്ങളും കാണിച്ചിട്ടുള്ള കൃഷ്ണൻ ആയിരുന്നു ഭഗവാൻ ബാബയ്ക്ക് മുമ്പേ ആയിട്ട് പൂർണ്ണാവതാരമായിട്ട് എല്ലാവരും കണക്കാക്കിയത്. എന്നാൽ നമ്മൾ ശരിക്കും നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ, ആ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, ഭഗവാൻ കൃഷ്ണൻ ചെറുതായിട്ട് പറയല്ല. ഭഗവാൻ കൃഷ്ണന്റെ കാലത്തില് ദ്വാപരയുഗത്തിലായിരുന്നു. ദ്വാപരയുഗത്തിൽ ആൾക്കാരൊന്നും ഇത്ര അധികം മോശക്കാരൊന്നും ആയിട്ടില്ല. ആ സമയത്ത് അവിടെ കാണിക്കേണ്ടതായിട്ടുള്ള മഹിമകളെ അദ്ദേഹം ധാരാളം കാണിച്ചു. പക്ഷേ ഇവിടെ കലികാലത്തില് എല്ലാ മൂല്യങ്ങളും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, മനുഷ്യനെ തന്നെ ഭയപ്പെടുന്നതായ അവസ്ഥയിൽ ഇവിടെ വന്നിട്ടുള്ളതായ ആ അവതാരം, പൂർണ്ണ അവതാരം ഭഗവാൻ കൃഷ്ണൻ കാണിച്ചതിലും അപ്പുറമായിട്ടുള്ള മഹിമകളും അപ്പുറമായിട്ടുള്ള അത്ഭുതങ്ങളും കാണിച്ചു. അതിലും വലിയ ഒരു പൂർണ്ണാവതാര ഭാവത്തില് ഇവിടെ വിരാജിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാൻ ഒരു മടിയും വേണ്ട. വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് ഒരേ ചൈതന്യമാണ്. ഏതൊരു ചൈതന്യമാണോ ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചത്, അതേ ചൈതന്യം ഇതാ ഇന്നലെ ഇവിടെ ഭഗവാൻ സത്യസായി ബാബയെ അവതരിച്ചു എന്ന് അവതാരങ്ങളെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള അരവിന്ദ് ഘോഷ് 1926 നവംബർ 27 തന്റെ ആശ്രമത്തിൽ വെച്ചിട്ട് പറഞ്ഞു. അല്ല, 24 തന്റെ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞു, ഇതാ ഇന്നലെ ഇവിടെ ഏതൊരു ചൈതന്യമാണോ കൃഷ്ണനായിട്ട് അവതരിച്ചത്, ആ ചൈതന്യം ഇതാ വീണ്ടും ഇവിടെ ആവിർഭവിച്ചിരിക്കുന്നു എന്ന് ഭഗവാന്റെ അവതാരത്തെ പറ്റി. അപ്പൊ ഉറപ്പായ കാര്യമില്ലേ, അരവിന്ദ മഹർഷി പോലെയുള്ളവരൊക്കെ അത് വളരെ അസന്നിഗ്ധം പറഞ്ഞിരിക്കുന്നു. ഒരു അവതാര സ്വരൂപമാണ് അത്. ആ അവതാരം അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. മനുഷ്യരൂപത്തില് ആഗതനായിട്ടുള്ള ഒരു ഭഗവാന്റെ കഥയാണിത്, അവതാരത്തിന്റെ കഥയാണിത്. അദ്ദേഹം ആ 41 വർഷങ്ങൾക്ക് മുമ്പ് പ്രശാന്തമായിട്ടുള്ള ആ പുട്ടപർത്തി എന്ന കൊച്ചു ഗ്രാമത്തില്, ആ ഗ്രാമത്തിന്റെ പേര് പുട്ടപർത്തി എന്നായിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുത്തിട്ടുള്ള ആ ചെറിയ ഗ്രാമമായിരുന്നു പുട്ടപർത്തി. ഒരുപാട് ഐതിഹ്യങ്ങൾ, തലമുറയ്ക്ക് നവോത്തേജനം നൽകുന്ന ചരിത്രം, ഇതൊക്കെ ആ ഗ്രാമത്തിലുണ്ട്. ആ ഗ്രാമത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. പുറ്റ് എന്നതിൽ നിന്ന് വർദ്ധിനി എന്നതിൽ നിന്നാണ് പേരിന്റെ ഉത്ഭവം. പുറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഉറുമ്പുകൾ ഉണ്ടാക്കും, അതിൽ പാമ്പുകൾ ജീവിക്കും. അത് വർദ്ധിച്ച സ്ഥലം, ഉറുമ്പുണ്ടാക്കി സർപ്പത്തിന്റെ ആവാസസ്ഥാനമായിട്ടുള്ള പുറ്റ്, അതാണ് അതിൻ്റെ ആ പുട്ടപ്പർത്തി എന്നുള്ളതിൻ്റെ അതിനെ രണ്ടാക്കി ഭാഗിച്ചാൽ ഉണ്ടാവുന്ന പുറ്റ് വർദ്ധിനി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇങ്ങനെ ഒരു പേര് വന്നത്? പുറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന്. എന്താ അങ്ങനെ വരാൻ കാരണം? അദ്ദേഹം പറയാണ്, വളരെ പുരാതന കാലത്ത്, ആദ്യകാലത്ത് ഇതിന്റെ പേര് ഗോലപ്പള്ളി. ഗോലപ്പള്ളി പറഞ്ഞ ഗോപവാടം, ഒരുപാട് പശുക്കളൊക്കെ ഉള്ള സ്ഥലം. ഏതുമാതിരി ഭഗവാൻ കൃഷ്ണന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അമ്പാടി പോലെയൊക്കെയുള്ള ഒരു സ്ഥലം. അപ്പോ അത് പറയുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ എന്താ വരിക? നമ്മുടെ ഉള്ളില് ആ പേര് വരുമ്പോ തന്നെ, ഗോലപ്പള്ളി എന്ന് പറയുമ്പോ തന്നെ ആ മുരളി ലാലിന്റെ ആ മുരളി നാദം, തേനുറുന്ന ആ ചുണ്ടുകളിൽ കൂടെ ധനിപ്പിക്കുന്നതായിട്ടുള്ള ആ വേണുഗാനത്തെ നമ്മുടെ ഉള്ളില് നമ്മളിങ്ങനെ കേൾക്കുന്നതായിട്ട് തോന്നും ആ പേര് പറയുമ്പോഴേക്ക് തന്നെ. അങ്ങനെയുള്ള ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള അമ്പാടി പോലത്തെ സ്ഥലം തന്നെയായിരുന്നു അത്രേ ഈ പുട്ടപർത്തി ആ കാലത്ത്. അവിടെയൊക്കെ തനി നാടന്മാരായിട്ടുള്ള ഗോപന്മാരുമായിരുന്ന ആൾക്കാര്, നല്ല അസല് പശുക്കള്, നല്ല സുന്ദരന്മാരായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള പശുക്കുട്ടികള്, നല്ല ധാരാളം പാല് തന്നിരുന്ന പശുക്കള്, നല്ല വെളുത്ത മധുരമുള്ള. ഓരോ വീട്ടിലും ക്ഷീരം, ഘൃതം, തക്രം, ഇതിന്റെ സമൃദ്ധി അത്ര. നെയ്യും പാലും തൈരും മുഴുവൻ വീട്ടിലും ഇഷ്ടം പോലെ, അത്ര പശുക്കളാണ്. അങ്ങനെ ഒരു ദിവസം, എൻ്റെ ഐതിഹ്യം എന്താ വെച്ചാൽ, ഒരു ദിവസം ഈ പുല്ലൊക്കെ തിന്നുകൊണ്ട് നിറച്ച് മേയാനുള്ള സ്ഥലങ്ങളാണ്.
പച്ചപ്പുല്ല് ഇങ്ങനെ തിന്നിട്ട് നല്ല ഭംഗിയുള്ള ആ കുന്നിൻ ചെരുവിൽ നിന്ന് ഒരു പശു അതിനെ രാവിലെ കൊണ്ടുപോയിട്ട് അതിനെ മേയാൻ വിടുകയാണല്ലോ. കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അവർ സാധാരണ പല സ്വഭാവം അനുസരിച്ചിട്ട് ഓരോരുത്തർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി അവർ ആലയിൽ പോയി ഇരിക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അതിനെ നോക്കാനോ മേയ്ക്കാനൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും അവരൊരു സ്വഭാവമായിട്ട് ആ പശുക്കൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവം ആ സമയമായാൽ അവർ തിരിച്ചവിടും. അപ്പൊ അങ്ങനെ ഒരു പശു മടങ്ങാം. അങ്ങനെ മടങ്ങി വന്നപ്പോ വീട്ടിലെത്തിയപ്പോ സാധാരണ നിറച്ച അകിടില് പാലുണ്ടാവും. അന്ന് വന്നപ്പോ അതിന്റെ അകിട്ടില് തീരെ പാലില്ല. അപ്പൊ ഇയാൾക്ക് അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഇന്ന് തീരെ പാലില്ലല്ലോ. അദ്ദേഹം പിന്നത്തെ ഒരു ദിവസം പോയപ്പോ അതേമാതിരി തന്നെ. അപ്പൊ ഇതെങ്ങനെയാ അങ്ങനെ ആവണത്? അദ്ദേഹം എന്ത് ചെയ്തു, ഈ പശു പോണത് എങ്ങോട്ടാണ് പിന്നാലെ പോയി നോക്കി. ഇതെന്താ ചെയ്യണത്, പോയിട്ട് എന്താ കാണിക്കണമെന്ന് നോക്കി. അപ്പോ ഒരു അസാധാരണമായിട്ടുള്ള വലിയ ധൃതിയിലത്ര ഈ പശു പോണത്. അങ്ങനെ ആ കുട്ടികളെയൊക്കെ അതിന്റെ കുട്ടിയെ അത് വെടിഞ്ഞിട്ട് ബാക്കിയുള്ള പശുക്കളുടെ കൂടെ അങ്ങനെ പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പാമ്പൻ പുറ്റിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിൽക്കുക. അപ്പൊ ഈ അദ്ദേഹത്തെ അതിന്റെ ഉടമസ്ഥൻ പിന്നാലെ പോയിട്ട് നോക്കി. ഇതൊരു വല്ലാത്ത അത്ഭുതമാണല്ലോ, മറ്റവരൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നു, ഈ പശു എന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ ഒരു അത്ഭുതം കാണും. അത് ഇവിടെ വന്നു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ആ പുറ്റിൽ നിന്ന്, പാമ്പ് പുറ്റിൽ നിന്ന് ഒരു സർപ്പം അങ്ങനെ പുറത്തേക്ക് വന്നു. അതങ്ങോട്ട് നിവർന്ന് നിന്നത്രേ വാലിന്റെ മുകളിൽ. എന്നിട്ട് ഈ പശുവിന്റെ അകിട്ടില് അത് അതിന്റെ വായ വെച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാലിങ്ങനെ വലിച്ചു കുടിക്കുന്നു. അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു ദൃശ്യം. ഒക്കെ അപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇതാണ് അപ്പൊ കാര്യല്ലേ, ഈ പാമ്പാണ് ഇതിന്റെ പണി പറ്റിക്കണതല്ലേ, ഇവിടെ വന്ന് നിന്നു കൊടുക്കുക, അതിങ്ങനെ വന്നിട്ട് ആ പാല് മുഴുവൻ കുടിക്കുക. പെട്ടെന്ന് അയാൾക്ക്, ഈ അത്ഭുതമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നു. ഒരു വലിയ പാറക്കഷ്ണാണ് അടുത്ത് കണ്ടത്. അതെടുത്തിട്ട് ഒറ്റ ഇറങ്ങിട്ടെറിഞ്ഞു. ഏറ് ശരിക്ക് ആ ഉന്നത്തിൽ കൊണ്ടു. ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, ദേഷ്യം പിടിച്ചിട്ടായിരിക്കും നമ്മള് ആള് കൊള്ളണം എന്നല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഒറ്റ ഏറാണ്ട് എറിഞ്ഞു, ചിലപ്പോ ശരിക്കും അങ്ങോട്ട് പോയി കൊള്ളു. ഇവിടെ അതാണ്ടായത്. ശരിക്കും അങ്ങോട്ട് കൊന്നു. വലിയൊരു ഒരു നല്ല കല്ലും കഷ്ണം അവിടെ ആ തലയ്ക്കങ്ങോട്ട് കൊണ്ടിട്ട് പാമ്പങ്ങോട്ട് അതിന്റെ തലയങ്ങോട്ട് ചതഞ്ഞറിഞ്ഞ് ദുസ്സഹ വേദനയുണ്ട് അത് പെടഞ്ഞിട്ട് അവിടെ മരിച്ചു, ചത്തു വീണു. അപ്പോ അത് ശപിച്ചിട്ടുണ്ടാവണം ആ നാട്ടുകാരെയൊക്കെ. ഈ പ്രദേശം മുഴുവൻ ഇനി പുച്ചുകളെ കൊണ്ട് നിറയട്ടെ എന്നായിരിക്കണം അത് ശപിച്ചിട്ടുണ്ടാവുക. കാരണം പിന്നെ ഉണ്ടായത് അതാ, ആ നാട്ടിലെ മുഴുവൻ പുറ്റുകളായി. പാമ്പും പുറ്റുകളെ കൊണ്ട് ആ പ്രദേശം മുഴുവൻ നിറഞ്ഞു. അതിന്റെ സമൃദ്ധിയൊക്കെ പോയി, അതിന്റെ ഐശ്വര്യമൊക്കെ പോയി. അങ്ങനെ കന്നുകാലികളുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. അതിലൊക്കെ അതിന്റെ വംശമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. അതിലെ കുറേയൊക്കെ ചത്തുപോകാൻ തുടങ്ങി. ക്രമേണ ആ സ്ഥലം മുഴുവൻ പുറ്റുകളെ കൊണ്ട് നിറഞ്ഞു. അത് ഒരു വാൽമീകിപുരമായി, പുട്ടപ്പരുത്തി എന്നായി പിന്നെ അതിന്റെ പേര്. ആദ്യത്തെ പേരൊക്കെ പോയി. ഈ പുറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്നൊരു പേര് വന്നു. എല്ലാവർക്കും വലിയ സങ്കടമായി. പക്ഷെ അതിന്റെ ഇടയിൽ ചെറിയൊരു സമാധാനം. വാൽമീകിപുരം ആയില്ലേ, ഇത് നല്ലത് തന്നെ. ശ്രീരാമഭഗവാന്റെ പരിപാലനമായിട്ടുള്ള കഥ മനുഷ്യരെ പരിപൂർണതയിലേക്ക് നയിച്ചിട്ടുള്ള ആ ചരിത്രമില്ലേ രാമായണം, അതിനെ ആ രാമായണത്തിന് എഴുതിയ കവിയല്ലേ വാൽമീകി. നല്ലത് തന്നെ. അങ്ങനെയെങ്കിലും ഒരു സമാധാനം നമുക്ക്. വാൽമീകിപുരല്ലേ, എങ്ങനെയാ വാൽമീകി ആയത് നമുക്കൊക്കെ അറിയാം. ഒരു കൊള്ളക്കാരനായിട്ടുള്ള രത്നാകരൻ ആ സപ്തർഷികളുടെ അടുത്ത് അവരെ കവർച്ച ചെയ്യാനൊക്കെ ചെന്നപ്പോ സപ്തർഷികള് രാമരാമ ജപിക്കാൻ പറയലും അത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാം. അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങള് എന്തിനു വേണ്ടിയിട്ടായി കക്കണതൊക്കെ? എന്റെ കുടുംബം നോക്കാനല്ലാതെ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് എന്നാ ഒരു കാര്യം ചെയ്യൂ, ആ കുടുംബത്തിലെ ഭാര്യയോടും കുട്ടികളോടും ചോദിച്ചു വരും, നിങ്ങൾ ചെയ്യുന്നതിന്റെ പാപം അവരും ഏറ്റെടുക്കുവോ? കുറച്ച് ചോദിക്കാം. അപ്പോ
അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കതില്ല, അങ്ങല്ലേ ചെയ്യണത്, അങ്ങനെ ഏറ്റെടുക്കണം. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ, ആ രാമായണത്തിൽ ശ്ലോകമൊക്കെ ഇല്ലേ, അങ്ങനെ അന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്ന് മുതൽക്ക് നീ രാമരാമ ജപിക്കും, നീ യോഗ്യനായിട്ടുള്ള ഋഷീശ്വരനാവും, നീ ആധ്യാത്മികമായിട്ട് ഉയരും എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് അദ്ദേഹം ധ്യാനിച്ച് നാമം ചെയ്ത് കാലം പോയത് അറിഞ്ഞില്ല. അദ്ദേഹത്തിന് സ്ഥലകാല ബോധമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ മേലെ മുഴുവൻ വന്ന് നിറഞ്ഞ് അദ്ദേഹത്തിനെ മൂടി. അങ്ങനെ വാൽമീകം കൊണ്ട് മൂടിയത് കൊണ്ട് വാൽമീകിയായി. അങ്ങനെയുള്ള ആ ഋഷീശ്വരന്റെ അനുസ്മരിക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇവിടെ വാൽമീകം കൊണ്ട് അറിഞ്ഞിരിക്കല്ലേ എന്നൊരു സമാധാനം മാത്രം. ബാക്കിയൊക്കെ വളരെ മോശം. പാലുമില്ല, ഒന്നുമില്ല, പശുക്കളുമില്ല, പശുക്കളൊക്കെ നശിച്ചു പോവാണ്. പാലുകൊണ്ട് അങ്ങനെ ഐശ്വര്യത്തിൽ ജീവിച്ചിരുന്ന അവരുടെ പാലൊന്നും കിട്ടാതെ ആയപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ വലിയ വിഷമായി. ആകപ്പാടെ അവിടെ അനൈശ്വര്യം വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആയപ്പോ അവിടെ പറയാണ്, ഇദ്ദേഹം പറയാണ്, ഗ്രന്ഥകർത്താവ് പറയാണ്, ഈ ഐതിഹ്യത്തിന് സാക്ഷിയായിട്ടുള്ളതായിട്ടുള്ള പാറക്കഷ്ണം ഉണ്ടല്ലോ, ഇത് വെറുതെ പറയല്ല, അങ്ങനെ നടന്നിരിക്കുന്നു. ഒരു പാറക്കഷ്ണം ആ നാട്ടുകാര് ഇന്നും അവിടെ പോയാൽ നമുക്ക് കാണിച്ചു തരും. ആ പശുവിന്റെ ഉടമസ്ഥൻ ആ സർപ്പത്തിനെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു സാമാന്യം വലിയ ഉരുളങ്കല്ല്, അതിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ പോയി നോക്കിയാലും കാണാം ചെറിയൊരു ചതവുണ്ട്. നല്ല ഹോൾസിലാണ് എറിഞ്ഞിട്ടുള്ളത്. അതിലൊരു വലിയ ചുവന്ന വരയും കാണാം. അത്ര ഇപ്പൊ ഒരു ചോര പുരണ്ട മാതിരത്തെ ആ കല്ലിനെ അവരെന്ത് ചെയ്തു, അവിടെ ഗോപാലസ്വാമി എന്ന് അഭിദാനം ചെയ്തിട്ട് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുക. ഗോപാലസ്വാമി ആക്കിയിട്ട് അതിനെ അങ്ങോട്ട് അവർ ഭാവന ചെയ്തു. എന്നിട്ട് അതിനവിടെ വെച്ചു. നമ്മുടെ അമ്പലങ്ങളിലുള്ള വിഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. വിശേഷമാണ് ഗ്രാഹ്യതേതി വിഗ്രഹ എന്ന വിശേഷമായിട്ടുള്ളൊരു ഗാർഹ്യത്തിൽ കൂടെ ഒരു കല്ലും കഷ്ണത്തിനോ ഒരു മരക്കഷ്ണത്തിനോ ചൈതന്യം കൊടുക്കുകയാണ് അതിനെ പ്രതിഷ്ഠിക്കുന്ന ആള്. അദ്ദേഹത്തിന്റെ ആ ഭാവനയിൽ കൂടി ഈശ്വരീയമായിട്ടുള്ള മഹാശക്തിയെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് മന്ത്രശക്തി കൊണ്ട് അതിനെ ആ കല്ലിലേക്ക് അതിനെ അധ്യാരോപം ചെയ്യുക. അപ്പോ അത് കല്ല് പോയിട്ട് അതാ ദേവനായിട്ട് മാറി. അങ്ങനെ ഗുരുവായൂരൊക്കെ ഉള്ളതുമായി തന്നെ അവിടെ പോകുമ്പോൾ നമ്മളെ കല്ലാണ് കാണുന്നത്. അവിടെ പോയാൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയല്ലേ. അതേമാതിരി ഇവരെന്ത് ചെയ്തു, അതിന് ഗോപാലസ്വാമീനെ അവര് പാപം കുറച്ച് കുറയട്ടെ എന്നായിരിക്കും പാവം അവരുടെ ചിന്ത. ഇങ്ങനെ പറ്റിപ്പോയി, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നായിരിക്കാം. എന്നിട്ട് അവര് അവിടെ ഗോപാലസ്വാമിയെ എന്ന് അഭിദാനം ചെയ്തിട്ട് അവർ പൂജിച്ചു. അപ്പോ അങ്ങനെ അവർ ചെയ്തുകൊണ്ട് പിന്നെ അതിനുശേഷം ആ ഗ്രാമത്തില് പഴയ പോലെ തന്നെ പശുക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. വാൽമീകി ഈ പുറ്റൊക്കെ കുറയാൻ തുടങ്ങി. പശുക്കള് വീണ്ടും സമൃദ്ധായി. ഇങ്ങനെയൊക്കെ ആവണം എന്ന ആഗ്രഹം കൊണ്ടായിരിക്കണം അവര് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പാവം, അവരുടെ ഐശ്വര്യമൊക്കെ പോയതല്ലേ, അങ്ങനെ ആവണേ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവര് ആ കല്ല്, ആ പാപം ചെയ്ത കല്ലിനെ ഈശ്വരീയമായ ഭാവത്തില് അവര് ഉപാസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ നാട്ടിലെ കാരണവന്മാരുണ്ടാക്കി കെട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തില് ഈ കല്ലിനെ പ്രതിഷ്ഠിച്ചവര് പൂജിക്കുന്നുണ്ട്. ഇന്നും അതുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് അത്യത്ഭുതമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. ആ കല്ലിന് ഒരു പ്രത്യേകത വരാൻ തുടങ്ങി. അപ്പൊ അത് ഭഗവാൻ വെളിപ്പെടുത്തുകയും ചെയ്തു. ഒരു ഭഗവാന്റെ 60ാമത്തെ പിറന്നാളിന് ആണ് തോന്നുന്നു, അദ്ദേഹം ജനങ്ങളോട് ആ കല്ലിനെ വൃത്തിയാക്കി കഴുകിയിട്ട് അതിന്റെ ചതഞ്ഞ ഭാഗത്ത് ചന്ദനം പൂശാൻ പറഞ്ഞു. അങ്ങനെ പൂശി നോക്കിയപ്പോ അവിടെ മുരളി ഗാനലോൽപനായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ ഒരു രൂപം, മുരളിയുമായിട്ട് ഒരു പശുവിന്റെ മീതെ ചാഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള രൂപം ആ ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ പാമ്പിന്റെ മേല് കൊണ്ടിട്ടുള്ളതായ ആ ഭാഗത്ത്. അപ്പോ അത് അവിടെ ഇപ്പോഴും കാണാമെന്നാ പറയണത്. അങ്ങനെ അതിന് ചന്ദനം തേച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ തേച്ച് നോക്കിയാൽ കാണാമെന്നാ പറയണത്. അങ്ങനെ അവർക്ക്
അവിടുത്തെ ആൾക്കാർ ആ കാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു അത്രേ, ചില സമയത്തൊക്കെ ആ കല്ലിൽ നിന്ന് ഓടക്കുഴലിന്റെ അതിമധുരമായിട്ടുള്ള ഗാനം കേട്ടിരുന്നു. കേട്ടവര് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ആ ദിവസം മുതൽ ഈ ഇവിടുത്തെ ആൾക്കാര്, പാവങ്ങളായിട്ടുള്ള ഗ്രാമീണര്, അവരാഗ്രഹിച്ച മാതിരി ആ ശാപത്തിന്റെ ശക്തി നീങ്ങി. അതിനുശേഷം പശുവൃന്ദം തഴച്ചു വളരാൻ തുടങ്ങി. ഈ ഭഗവാൻ അതിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്വരൂപം അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അത് പൂജിക്കാൻ തുടങ്ങിയ ആ കാലം മുതൽക്ക് അവിടെ അഭിവൃദ്ധി വരാൻ തുടങ്ങി. അതിന് ഭഗവാൻ ആ ഒരു കാലത്തെപ്പോ അത് തെളിയിപ്പിച്ചു കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ്, ഇതാണ് കാരണം നിങ്ങളുടെ ശാപത്തിന് അറുതി വരാൻ എന്ന് ഭഗവാൻ പറഞ്ഞു. അവിടെ ആദ്യത്തെ പോലെ പശുക്കളൊക്കെ ധാരാളമായിട്ട് അവിടെ ഉണ്ടാവാൻ തുടങ്ങി. പഴയ ഐശ്വര്യം അവിടെ വർദ്ധിച്ചു വരാൻ തുടങ്ങി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് 8 മണിയായി. ഈ ഒരു ഭാഗത്ത് എത്തിയിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയിപ്പോ ആ ഗ്രാമത്തിലെ പഴയ കോട്ടയുടെ ബുക്കനും ഹരിഹരനും ഒക്കെ കെട്ടിയ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗവും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഘട്ടത്തിലെ പണ്ഡിതന്മാരെ കവികളൊക്കെ അങ്ങനെ അവിടെ കൊണ്ടമ്മരാജു എന്നിട്ടുള്ള രത്നാകരൻ കൊണ്ടമ്മരാജു എന്നിട്ടുള്ള ആ ഭഗവാന്റെ മുത്തശ്ശന്റെ കാലം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ അവതാര സമയത്ത് വരികയാണ്. അപ്പൊ അത് ഇന്ന് ഇവിടെ ഈ പറഞ്ഞ സംഗതികളൊക്കെ 1-ാം ദിവസത്തെ ഈ സംഗതികൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്നേ, അത് ഞാൻ ഭഗവാന്റെ പാദത്തിൽ പൂജാപുഷ്പങ്ങളായിട്ട് ഞാൻ അർപ്പിക്കുന്നു. ഭഗവാനെ ഇനി അത് അനവരതം നിർഗളം ഇത് തുടർന്നു പോവാൻ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണേ. ഇത് കേട്ടവർക്കൊക്കെ സുഖസമാധാന ശാന്തി ഉണ്ടാക്കി കൊടുക്കണം സ്വാമി എന്ന് സാഷ്ടാംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഖ്യായം ഞാനിവിടെ